ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന, അതുപോലെ തന്നെ സൺടാനൊക്കെ മാറി സൂപ്പർ ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. 2 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുക. അതുപോലെ തന്നെ 2 ടീസ്പൂൺ നമ്മുടെ ചപ്പാത്തി പൊടി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പ് പൊടി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പായ്ക്ക് ഞാൻ ട്രൈ ചെയ്യുന്നത് അമ്മയുടെ ഫേസിലാണ്. അമ്മയുടെ ഫേസ് നന്നായിട്ട് സൺടാനൊക്കെ ആയി, അതുപോലെ തന്നെ നല്ല ഡാർക്ക് സ്പോട്ടൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ പായ്ക്കുകളൊന്നും യൂസ് ചെയ്യാത്ത ഒരു ഫേസാണ്. അപ്പം അതുകൊണ്ട് തന്നെ അമ്മയുടെ ഫേസിൽ നമുക്കിത് റിസൾട്ട് കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ ഇതിലേക്ക് ഞാൻ മിക്സിങ്ങിനായിട്ട് ആഡ് ചെയ്യുന്ന അലോവേര ജ്യൂസാണ്. അത് ഫ്രഷ് ജ്യൂസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രഷ് അലോവേര എടുത്തിട്ട് അതിങ്ങനെ മിക്സിയിൽ ജ്യൂസാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം അത് ഞാൻ 2 ടീസ്പൂൺ, നമുക്ക് എത്രയാണോ മിക്സിങ്ങിന് ആവശ്യമായിട്ടുള്ളത് അത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഫ്രഷ് അലോവേര പറ്റില്ലാത്തവർ അലോവേര ജെല്ല് യൂസ് ചെയ്യാം കേട്ടോ. സോ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആകണം. ഇതുപോലെ ഒന്നാക്കി പേസ്റ്റാക്കി വയ്ക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പായ്ക്ക് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് നന്നായിട്ട് നമ്മൾ എങ്ങനെയാണോ നോർമൽ ഫേസ് ആദ്യം വാഷ് ചെയ്യുന്നത്, സോപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഫേസ് വാഷോ യൂസ് ചെയ്ത് ഫേസ് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഈ പായ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പായ്ക്ക് അമ്മയുടെ ഫേസിലിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അമ്മയുടെ ഫേസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടാൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡാർക്ക് സ്പോട്ട്സും ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പം ഈ ഒരു പായ്ക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പായ്ക്കിട്ട് നമ്മൾ ഏത് പായ്ക്കിട്ടാണ് നമ്മൾ നെക്കിലേക്കും കൂടെ അപ്ലൈ ചെയ്യുക. ഈ ഒരു പായ്ക്ക് ഞാനും ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് റിസൾട്ട് അറിയാൻ പറ്റുന്ന അമ്മയുടെ ഫേസിലായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു പായ്ക്കൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഓരോ ഗ്ലോ കിട്ടാനായിട്ട് ചിലപ്പോൾ മനസ്സിലാവില്ല. എങ്കിലും ഞാനൊരു വീക്കിലേക്ക് ഒരു പാക്ക് ഇടുന്ന ഒരാളാണ്. സോ ഈ ഒരു പാക്ക് ഇട്ടപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്ന ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. എന്തായാലും ഒരു നല്ല റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് നല്ലൊരു ഉറപ്പാണ്. എനിവേ ഞാനിവിടെ ഇത് അപ്ലൈ ചെയ്യാണ്. അപ്പം നമ്മൾ ഇതിലെടുത്തിരിക്കുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എന്താ പറയുക, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കോഫി പൗഡർ യൂസ് ചെയ്യാം. പക്ഷേ അതിൽ ഇച്ചിരി തരി കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എന്ന് പറയുന്നത്. ഫേസ് പായ്ക്കൊക്കെ യൂസ് ചെയ്യുമ്പം ഇതായിരിക്കും നല്ലത്. പക്ഷെ നമ്മുടെ കൈക്കോ കാലിനോ ഒക്കെ ഒരു പായ്ക്ക് ഇടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കോഫി പൗഡറും ഓക്കെയാണ്. ഫേസ് നമ്മുടെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് തരിയുള്ളത് യൂസ് ചെയ്യാതിരിക്കുമായിരിക്കും നല്ലത്. അപ്പം അമ്മയുടെ ഫേസ് ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം നമുക്കൊന്ന് വൈപ്പ് ഓഫ് ചെയ്യാം. കണ്ടില്ലേ, നല്ല ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊരു ഗ്ലോയും ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക, സൺടാൻ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ ഇതിലേക്ക് നമ്മൾ ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ ഒന്നെങ്കിൽ അവർക്ക് മിക്സിങ്ങിനായിട്ട് തൈര് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് തേൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക്. അപ്പോൾ തൈര് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തേൻ ചേർക്കേണ്ടതായിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് തേനൂടെ കുറച്ച് ഒരു 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒരുപാട് ഡ്രൈ സ്കിൻ അല്ല, ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഞാൻ ചേർത്ത ഒരു കോമ്പിനേഷൻ തന്നെ ആയിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലതായിട്ട് സൺടാൻ മാറി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അടിപൊളിയായിട്ട് നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പാക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനും വൈപ്പ് ഓഫ് ചെയ്യട്ടെ കേട്ടോ. എൻ്റെ സ്കിന്നും നല്ലതായിട്ട് ഡ്രൈ ആയിരുന്നു കേട്ടോ. കുറച്ച് കൂടുതൽ ഡ്രൈ ആയി, ഒത്തിരി അങ്ങ് ഡ്രൈ ആയി വലിയുന്നിടം വരെ വെക്കണ്ട. അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആദ്യം ഒന്ന് നനച്ച് കൊടുക്കുക. നമ്മുടെ ഫേസ് ഡ്രൈ ആയിട്ടിരിക്കുന്നത് നനച്ച് കൊടുത്തതിന് ശേഷം വേണം ഇതുപോലെ വൈപ്പ് ഓഫ് ചെയ്യാൻ. കഴുകിക്കളഞ്ഞാലും മതി. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഡിയേഴ്സ്. നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് വാച്ച് ചെയ്യുക. ബൈ ബൈ.